സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ചോറ് എല്ലാത്തിന്റെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മീഡിയം സൈസിലുള്ള സവാള മുറിച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. ഈ സവാള വഴന്നു വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി സവോള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ 4 പച്ചമുളക് മുറിച്ചതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. പിന്നെ ഈ സവോള നന്നായിട്ട് തന്നെ വഴന്നു വരണം. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, സവോള നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് എണ്ണ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യത്തിന് തന്നെ വെളിച്ചെണ്ണയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തക്കാളി കുക്കാവണ വരെ വേവിച്ചെടുക്കണം. ഈ തക്കാളി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 15 കാഷ്യൂനട്ടാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് സോക്ക് ചെയ്തിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അരഞ്ഞ് കിട്ടില്ല കേട്ടോ.
ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ കാഷ്യൂനട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1.25 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തത് തന്നെയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ കറിയുടെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ചെടുത്ത കാഷ്യൂനട്ടിന്റെ പേസ്റ്റില്ലേ, അത് ചേർത്ത് കൊടുക്കണം. ഈ കാഷ്യൂനട്ടിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഈ ചിക്കൻ കറി കുറച്ചും കൂടി നല്ല തിക്കായിട്ട് തന്നെ മാറും. അപ്പോൾ ഈ വെള്ളം മതിയാവാണ്ട് വരും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേവിയോട് കൂടിയ ഒരു കറിയായിട്ടാണ് എടുക്കുന്നത്. ഇപ്പം ഞാനിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഈ കറിയിലേക്ക് നന്നായിട്ട് മസാല എല്ലാം തന്നെ പിടിക്കുള്ളൂ. ഒരു 15-20 മിനിറ്റ് ഒക്കെ മതി കേട്ടോ ചിക്കൻ കുക്കായിട്ട് വരാൻ. പിന്നെ അത് നമ്മൾ എടുക്കണ ചിക്കൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, നല്ല ടെൻഡറായിട്ടുള്ള ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഒരു പകുതിയോളം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനിപ്പോൾ ഇത് കഴിക്കുന്നത് പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ. പൊറോട്ടയുടെ വീഡിയോ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീറ്റ് പൊറോട്ടയുടെയും അതുപോലെ മൈദ കൊണ്ടുള്ള പൊറോട്ടയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.